ക്രിസ്മസിന് മുന്നോടിയായുള്ള ഈ കാത്തിരിപ്പിൻ്റെ കാലത്ത് ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വചനഭാഗമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. അവിടെ മനോഹരമായിട്ട് 35-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വചനം കിടപ്പുണ്ട്: മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. ഇംഗ്ലീഷ് ബൈബിളിൽ അത് മരുഭൂമിയിൽ പെയ്യുന്നൊരു മഴയെക്കുറിച്ചാണ് യെശയ്യാ പറയുന്നത്. അതായത് മരുഭൂമി ബിബ്ലിക്കലായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഇടമാണ്. ആ ഒരൊറ്റ മഴപ്പെയ്ത്ത് ഒരു കൃപയുടെ മഴപ്പെയ്ത്താണ്. അപ്പോഴൊക്കെ മരുഭൂമിയിൽ വ്യത്യസ്തതകൾ സംഭവിക്കാറുണ്ട്. മരുഭൂമി ഇങ്ങനെ ഊഷരമായി കിടക്കുന്ന ഒരു ഭൂമികയാണ്. അവിടെ ഒരൊറ്റ മഴപ്പെയ്ത്തിൽ എത്രമാത്രമാണ് പുഷ്പങ്ങൾ വിരിയുന്നത്. നമ്മുടെ തന്നെ വീടിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്ന വീടുകൾ, ഒരു മഴ പെയ്ത് കഴിയാൻ നേരത്ത് അവിടെയൊക്കെ ചെറിയ ചെറിയ പുൽനാമ്പുകൾ വരും. മരുഭൂമിയിൽ ഇത് വളരെ വ്യത്യസ്തമായിട്ട് കുറേയും കൂടി തരിശു ഭൂമിയാണ്. ആ തരിശു ഭൂമി പുഷ്പിക്കുന്നതിനെക്കുറിച്ച് യെശയ്യാ പറയുകയാണ്. മനോഹരമാണ് ആ വചനം. അപ്പോൾ മരുഭൂമി യഥാർത്ഥത്തിൽ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ദൈവത്തിൻ്റെ കൃപയുടെ ഇടമാണ്. ബൈബിളിലെ എല്ലാ ഹീറോസും ഇതുപോലുള്ളൊരു മരുഭൂമി യാത്രയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അബ്രഹാം തൻ്റെ യാത്ര മുഴുവൻ നേരവും ഈ മരുഭൂമിയിലൂടെയാണ്. പിന്നീട് ജോസഫ് മരുഭൂമിയിലേക്ക് വിൽക്കപ്പെടുന്നതും മരുഭൂമിയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതുപോലെ തന്നെയാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ മരുഭൂമിയിലേക്കാണ് പോകുന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമെന്നാണ് ബൈബിൾ അടയാളപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ സെൻറ്റ് പോൾ യേശുവിനെ ദർശിച്ച, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ദർശിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അറേബ്യയിലെ മരുഭൂമിയിലേക്കാണ് പോകുന്നത്. ദൈവവുമായിട്ടുള്ളൊരു ബന്ധം അവിടെ നടക്കുകയാണ്. അതുതന്നെയാണ് ഈശോയുടെ 40 ദിവസത്തിലെ മരുഭൂമിയിലുള്ള ആ പ്രാർത്ഥനയും ഒരുക്കമൊക്കെ. മരുഭൂമി ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരിടമാണ്. അവിടെ ഞാനും ദൈവവുമുള്ള ഒരിടമാണ്. നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ പലപ്പോഴും ഒരു ഊഷരമായി പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. മരുഭൂമിയെ കണക്ക് വരണ്ട പോകുന്ന ചില ദിവസങ്ങൾ, ചില കാലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇന്ന് ഈ ആഗമന കാലത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും അതുതന്നെയാണ്. ആ ഊഷരമായി പോകുന്ന ഭൂമിയെ എങ്ങനെ പുഷ്പിക്കാനായിട്ട് സാധിക്കുമെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൃപ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകുമ്പോൾ അത് പുഷ്പിക്കപ്പെടുന്നത്. ചില വായനകൾ നമ്മളെ അത്തരത്തിലുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ അടുത്ത് വായിച്ച കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിൽ ബാബു ഇബ്രഹാം എന്ന് പറയുന്ന ആളുടെ ഗ്രന്ഥകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹം അതിൽ വിവരിക്കുന്നത്. വളരെയേറെ ഊഷരമായി പോകുന്നൊരു ജീവിതമാണ് അയാളുടേത്. ആ ജീവിതത്തിൽ അയാൾ പിന്നീട് എത്തിപ്പെടുന്നത് വലിയ കൃപകളുടെ ഒരു സ്ഥലത്തേക്കാണെന്ന് പുസ്തകത്തിൻ്റെ താളുകളുടെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫാദേഴ്സ് 2 എന്ന് പറയുന്ന ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിൽ റിലീസായി. മെയിൻ സ്ട്രീം ആക്ടറായിട്ടുള്ള വാൽബർഗാണ് അതിനകത്ത് അഭിനയിച്ചത്. 2022 റിലീസായൊരു മനോഹരമായൊരു ചിത്രമാണ്. അതൊരു ജീവിത ചരിത്രം കൂടി അടയാളപ്പെടുത്തുന്നൊരു സിനിമ കൂടിയാണ്. ആ സിനിമയിൽ അദ്ദേഹം വളരെയേറെ തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ആ സഹനങ്ങളുടെ ഒരു ജീവിതയാത്രയുണ്ട്. അദ്ദേഹത്തിന് വളരെ റെയറായിട്ടുള്ളൊരു അസുഖം പിടിപെടുകയാണ്. ആ അസുഖത്തിൽ അദ്ദേഹത്തിൻ്റെ മസിലുകളൊക്കെ ഇങ്ങനെ എല്ലാ സന്ധികളും അദ്ദേഹത്തിന് ചലിപ്പിക്കാൻ കഴിയാതെ തടിച്ച് വീർത്ത് അദ്ദേഹം അവസാനം ഒരു വികൃതമായിട്ടുള്ളൊരു ജീവിതത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അദ്ദേഹം ഒരു വൈദികനാണ്. തൻ്റെ ഈ സഹനങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു മഴപ്പെയ്ത്ത് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. ആ മഴപ്പെയ്ത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സഹനങ്ങളുടെ ഈ ഊഷരമായിട്ടുള്ള ഭൂമിക്കപ്പുറം അദ്ദേഹം അനേകം പേർക്ക് ആശ്വാസം കൊടുക്കുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം ഒരുപാട് പേർക്ക് ശക്തി പകരുന്ന ഒരു ജീവിതമായിട്ട് മാറുന്നു. അതാണ് ആ സിനിമയുടെ ഒടുവിൽ നമ്മൾ കണ്ടെത്തുന്നത്. വീട് വിട്ടിറങ്ങിപ്പോയ, വീട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഈ സ്റ്റീഫൻ ലാങ് എന്ന് പറയുന്ന ഈ സിനിമയുടെ കഥാപാത്രമായ ഫാദേഴ്സ് 2 ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വന്ന്, അദ്ദേഹത്തിൻ്റെ പിതാവ് വന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, എൻ്റെ മുറിവിലെ ഈ വേദന നിൻ്റെ ഈ ഒപ്പമായിരിക്കുമ്പോൾ എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഈ മരുഭൂമി അനുഭവങ്ങൾ, അത് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും അതെങ്ങനെ എൻ്റെ ജീവിതം പുഷ്പിക്കുമെന്ന്. കാത്തിരിക്കാനാണ് ബൈബിൾ പറയുന്നത്. കാത്തിരിക്കാനാണ് പറയുന്നത്. എത്ര നാൾ എന്ന് ബൈബിൾ ഒരിക്കലും ഉത്തരം പറയുന്നില്ല. കാരണം ജോസഫ് ഒരുപാട് വർഷമാണ് മരുഭൂമിയിലൂടെ ഇങ്ങനെ അലഞ്ഞ് അവസാനം ആ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നത്, രാജാവിൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നത്. മോശയാകട്ടെ എത്രയോ വർഷമാണ് മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തത്. അപ്പോൾ മരുഭൂമിയുടെ ഈ അനുഭവങ്ങൾ എത്ര കാലമെന്ന് ചോദിച്ചാൽ
എത്ര നാൾ നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ചില സഹനപർവ്വങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനായിട്ട് ബൈബിൾ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷെ കാത്തിരിക്കാൻ പറയുന്നുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം വളരെ ചെറിയ ലേഖനമാണ്. ഒറ്റയിരുപ്പിന് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു കൊച്ചു ലേഖനമാണ്. അതിൽ 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്: കൃഷിക്കാരൻ മഴ കാത്തിരിക്കുന്നത് പോലെ നീ കാത്തിരിക്കുക കർത്താവിൻ്റെ ആഗമനത്തിന് വേണ്ടി, കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും ഈ രണ്ട് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും ബൈബിൾ നമ്മളോട് പറയുന്നത്, നിൻ്റെ മരുഭൂമികൾ പുഷ്പിക്കും, നിൻ്റെ നിലത്ത് നാളെ ഒരു വിത്ത് മുളപൊട്ടും. അപ്പോൾ കാത്തിരിക്കാനായിട്ടുള്ള ഈ കാലയളവിൽ മരുഭൂമികൾ പുഷ്പിക്കുമെന്ന് യേശയ്യ പറയുമ്പോൾ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നിൻ്റെ ഈ കൃഷിയിടത്തിൽ ഒരു വിത്ത് പാകിക്കഴിയുമ്പോൾ ആ വിത്തിന് കൃഷിക്കാരൻ മഴ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ മരുഭൂമികൾ പുഷ്പിക്കും, നമ്മുടെ കൃഷിയിടങ്ങളിൽ പുൽനാമ്പുകൾ മുളക്കും. Come, all ye faithful, joyful